ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആരതി. ഇതെൻ്റെ ഹസ്ബൻഡ് ജിമ്മി ജോൺ. ഇതെൻ്റെ മോൻ ജിയോൺ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ജനുവരി 24, 2025 ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സദസ്സിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ പലവിധ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും എനിക്കൊരു ആശ്വാസം തന്നത് ഈ മരിയൻ ഉടമ്പടിയാണ്. പലവിധ ദുഃഖങ്ങളും കുടുംബജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊരു ഡിവോഴ്സിൻ്റെ വക്ക് വരെ പലതവണ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ഞങ്ങൾക്കൊരു ഉത്തരം തന്നതും ഇന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കാൻ തന്നതും അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെയാണ്. രണ്ടാമതായി, ഞാൻ 12 വർഷമായിട്ട് യൂറോപ്പിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. എപ്പോഴും തടസ്സങ്ങളായിരുന്നു. അവസാനം UK പോകാനുള്ള സ്കോർ കിട്ടി, രജിസ്ട്രേഷനായി. പക്ഷേ UK ഗവൺമെൻറ് താൽക്കാലികമായിട്ടെല്ലാം ബാൻ ചെയ്തു. അങ്ങനെ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഒരു ദിവസം 200 ആപ്ലിക്കേഷൻ വരെ ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിലും ഒരു റിപ്ലൈ ഉണ്ടായില്ല. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അപ്പോഴൊക്കെ ഒരു മാതാവിൻ്റെ രൂപം എനിക്ക് എപ്പോഴും കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു മാതാവിൻ്റെ രൂപമാണ്. മാതാവ് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ അത് എവിടെയുള്ള മാതാവെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവസാനം ഞാൻ ഗൾഫിലേക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും അപ്ലൈ ചെയ്തു. അവസാനം ഒഡേപെക്ക് വഴിയുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്രൂവായി. പക്ഷേ അപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ റിജക്ഷൻ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം എനിക്ക് 36 ഇയേഴ്സായി. പക്ഷേ 35 ഇയറാണ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ മാതാവിൻ്റെ ആ മധ്യസ്ഥത്താൽ എനിക്ക് അവിടെയും ജയിക്കാൻ സാധിച്ചു. പിന്നെ ഒരു 5 സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ബെൽജിയത്തിലേക്ക് പോകാൻ എനിക്ക് വിസ വന്നു. ഈ ജനുവരി 13 ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞാനൊരു നേഴ്സാണ്. പിന്നെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മോനെ ആണ്. ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിലും നഗരത്തിലേക്ക് ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പം മോന് ഓഗസ്റ്റ് മാസത്തിലാണ് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ അവിടെ എല്ലാം അഡ്മിഷൻ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു, അമ്മയൊന്ന് സഹായിക്കണം, അല്ലെങ്കിൽ മോൻ്റെ ഈ ഇയർ പോകും. അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നാളെ ഇന്ന സ്കൂളിലൊന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് സ്കൂളിൽ പോയി. അപ്പോൾ പറഞ്ഞു ICSEക്ക് കിട്ടത്തില്ല, CBSEക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ മോനും പപ്പയും അന്ന് തന്നെ പോയി. അങ്ങനെ അവൻ അവിടെ അഡ്മിഷനും കിട്ടി. ഇതൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തിനായി ഞാനിതെല്ലാം സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്തിരുന്നു. പത്രപ്രവർത്തനം ഞങ്ങൾ 2 പേരും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്നാലാവുന്നത് ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈശോയെപ്പറ്റിയും പരിശുദ്ധ അമ്മയെപ്പറ്റിയും പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അക്രൈസ്തവരോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയാറുണ്ട്. അവരോട് ഉടമ്പടിക്ക് വേണ്ടി ഞാൻ എടുക്കാൻ പറയാറില്ല, പക്ഷേ അവരിന് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും അത് എടുക്കുകയും അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്. ഇതെല്ലാം ഞാൻ ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. 119 സങ്കീർത്തനം 105, 106 തിരുവചനങ്ങൾ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ആരതി ജിമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ്. അവരുടെ കുടുംബത്തോടുകൂടി ചേർന്ന് നിന്ന് അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അത്ഭുത സാക്ഷ്യമാണ് നാം ഇപ്പോൾ തന്നെ ശ്രവിച്ചത്. ആരതിക്ക് പറയാനുള്ളത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ് എന്ന വലിയ പരിശുദ്ധ അമ്മയുടെ അടയാള സാന്നിധ്യത്തിൻ്റെ ഈ സാക്ഷ്യത്തിനെ വളരെയധികം നന്ദി പറയുന്ന ഒരു അവസ്ഥാവിശേഷം നാം കേൾക്കുകയുണ്ടായി.
അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്നതിൻ്റെ ഒരു വലിയ ഒരു തെളിവാണ് ഈ ആരതിയുടെ ഈ സാക്ഷ്യം. 35 വയസ്സാണ് ബെൽജിയത്തിലേക്ക് വിസ ലഭിക്കുവാനുള്ള ലാസ്റ്റ് അറ്റംപ്റ്റിനുള്ള അവരുടെ ടൈം. പക്ഷേ സമയ ചുരുക്കത്തിന് മേൽ അധികാരമുള്ള അമ്മ 36 വയസ്സ് കഴിഞ്ഞിട്ടും ഈ മകൾക്ക് ഒരു വലിയ സാധ്യത തുറന്നു കൊടുക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉടൻ പരിഹാരമാണ്. ഈ മകൾക്ക് എല്ലാ യോഗ്യതകളും നഷ്ടപ്പെട്ട് അവസാനിച്ച് നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ വയസ്സ് കഴിഞ്ഞിട്ടും വരുന്ന ഒരു വലിയ സാധ്യതകൾ. നമുക്ക് എത്ര തന്നെ എല്ലാം അവസാനിച്ച് ഞാൻ 0 പോയിൻറ്റിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് ഉയർത്തി നമ്മെ വലിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജീവിതാവസ്ഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ എന്തു തന്നെ ഈശോയോട് ചോദിച്ചാലും നമുക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യങ്ങളാണ്, തെളിവുകളാണ് നാം എപ്പോഴും ഈ അൾത്താരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ്. ഉടമ്പടി എന്നാൽ 2 അവസ്ഥകളാണ്. ഇത് ദൈവവും ഞാനുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട് ദൈവം എപ്പോഴും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ വാഗ്ദാനം ഞാൻ എന്തുമാത്രം വിശ്വസ്തയോടെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കേൾക്കാം, ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഓഫറായിരിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഈശോയിൽ നിന്നും പ്രാപിച്ചു തരുന്നത് വലിയ അനുഗ്രഹങ്ങളായിരിക്കും. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുർബാന മധ്യേ നമ്മോട് പറയുകയായിരുന്നു, ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പു തരുമ്പോൾ അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിവേചനമായി നാം ഏറ്റെടുക്കണം. അത് നമുക്ക് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്ന് കുർബാന മധ്യേ നമ്മോട് പറയുകയുണ്ടായി. എല്ലാം തന്നെ ഈശോയുടെ ഇഷ്ടമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാം തന്നെ അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്നാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഏറ്റുപറയുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെംപ്റ്റേഷൻ, എല്ലാ പാപാവസ്ഥയിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും. നാം എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാനുള്ള, നിത്യതയോളം അവിടുത്തോടൊപ്പമായിരിക്കാനുള്ള വലിയ കൃപയും കൂടി നമുക്ക് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഉടമ്പടി എന്നത് എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കുക. ഈശോയോട് കൂടി ആയിരിക്കാൻ പരിശുദ്ധാമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം. അതുപോലെ തന്നെ ആരതി പറയുകയുണ്ടായി, അവരുടെ ജീവിതം വളരെ സങ്കടത്തിലേക്ക് വഴുതി വീഴായിരുന്ന ഒരവസ്ഥയിൽ അവർ ഉടമ്പടി എടുത്തപ്പോഴാണ് ദൈവം യോജിപ്പിച്ചത്. ഒരിക്കലും വേർപെട്ടു പോകാതിരിക്കാൻ, അവരുടെ ദാമ്പത്യ ബന്ധം എപ്പോഴും സന്തോഷമായിരിക്കാൻ, അവർ കുടുംബമായിരിക്കാൻ, അവരുടെ മകന് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തോടു കൂടി അവരെപ്പോഴും നിത്യമായി അവർ ചെയ്ത ആ വിവാഹ ഉടമ്പടി, ഈ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നടത്തിയ എല്ലാ പ്രാർത്ഥനകളും ഈശോ അവരെ വീണ്ടും കൃപയും അനുഗ്രഹവും അഭിഷേകവും നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വലിയ അനുഗ്രഹമായി ഈ അൾത്താരയിൽ ഇവർക്ക് കയറി വന്നെന്ന് സാക്ഷ്യം പറയാനായി ദൈവം അനുവദിച്ചിരിക്കുന്നത്. ആരതിയുടെ കുടുംബത്തിനും അവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും എല്ലാ ആപത്ഘട്ടങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.